ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ബികോം നവംബർ 2022 നടന്നിട്ടുള്ള ബിസിനസ് മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു മാനേജറിയൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ. ആദ്യ സെക്ഷൻ 2 മാർക്സ് ആണ്, അടുത്ത സെക്ഷൻ 5 മാർക്കാണ്, അടുത്തത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 2 സെക്ഷനിലുള്ള മുഴുവൻ ക്വസ്റ്റ്യന്റെ ആൻസറുകളും നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. കാരണം അത് സീലിംഗ് പാറ്റേൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതിയാലും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഓരോന്നിലും നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാവുന്ന സീലിംഗ് പാറ്റേൺ ഉണ്ട്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം സീലിങ്ങിലോട്ട് എത്തിക്കാൻ പറ്റും കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് യുഡൈമോണിസം? യുഡൈമോണിസം അല്ലെങ്കിൽ യുഡൈമോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മോറൽ ഫിലോസഫി ദാറ്റ് ഡിഫൈൻസ് റൈറ്റ് ആക്ഷൻ ദാറ്റ് വിച്ച് ലീഡ്സ് ടു വെൽബീയിങ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ വെൽബീയിങ്ങിലോട്ട് നയിക്കുന്ന, ക്ഷേമത്തിലോട്ട് നയിക്കുന്ന റൈറ്റ് ആക്ഷനെയാണ് എന്ത് പറയുന്നത്? യുഡൈമോണിയ അല്ലെങ്കിൽ യുഡൈമോണിസം എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾ എത്തിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ഡിഫൈൻ കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറഞ്ഞൊരു ഫേമിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൂടി ഹാർമോണൈസ് ചെയ്യുക, കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനമാണ് കോർഡിനേഷൻ. സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസേഴ്സ് മുതൽ താഴെ ലോവസ്റ്റ് റാങ്ക് വരെയുള്ള ഒരു ആളുകളുടെ ശ്രേണിയാണ് എന്ത് പറയുന്നത്? സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. ആ ഒരു പാത്തിലൂടെയാണ് ഈ ഓർഡേഴ്സ്, പോളിസീസ്, നയങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ദെൻ വാട്ട് ഇസ് ഡീകോഡിങ്? ഡീകോഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിങ് ഇൻ ഇന്റർപ്രറ്റിംഗ് മീനിങ് ഫ്രം എ റിട്ടൺ ടെസ്റ്റ്. ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടാവും, ആദ്യം ഡാറ്റയെ എൻകോഡ് ചെയ്യും, ഓരോ തരത്തിലുള്ള സിമ്പിൾസ്, മെസ്സേജസ്, റിട്ടൺ വേർഡ്സ് ഒക്കെ ആയിട്ട് ഡാറ്റ അയക്കും. ആ അയച്ച ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആർക്കാണോ കിട്ടുന്നത് ആ കിട്ടിയ ആൾ എന്ത് ചെയ്യുന്നു? അത് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മോഡലിലോട്ട് അയാൾ അതിനെ ഗ്രാസ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്? ഡീകോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടിയിട്ടുള്ള മെസ്സേജിൽ നിന്ന് അത് മനസ്സിലാക്കുന്ന രൂപത്തിലോട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? റീഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. ആ ഒരു പ്രോസസ്സ്, കിട്ടിയ റിട്ടേൺ ടെസ്റ്റിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് എന്താണ് സെൻഡർ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്ന പ്രക്രിയ. ദെൻ റൈറ്റ് അപ്പ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗാമിഫിക്കേഷൻ. ഗാമിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഗാമിഫിക്കേഷന് നമുക്ക് ലേണർ എൻഗേജ്മെൻറ്റ്, കൂടുതലായിട്ട് ലേണർ എൻഗേജ്മെൻറ്റ് കൂടാൻ പറ്റും, കൂടുതൽ നല്ല രീതിയിൽ ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും, നല്ല മോട്ടിവേഷൻ നമുക്ക് തരും. ഇതൊക്കെ കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് എഴുതണം. ഒരു 2 സെൻറ്റൻസ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ, അല്ലാതെ 2-3 സെൻറ്റൻസ് ആയിട്ട് എഴുതണം, അല്ലാതെ ഇങ്ങനെ എഴുതി വെക്കരുത്. ദെൻ വാട്ട് ഈസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സ്കിന്നർ ആണ്. അദ്ദേഹത്തിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്നതിൽ ആ തിയറിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞത് എ റെസ്പോൺസ് ഓർ ബിഹേവിയർ സ്ട്രെങ്തൻഡ് ബൈ സ്റ്റോപ്പിംഗ്, റിമൂവിങ് ഓർ അവോയ്ഡിങ് നെഗറ്റീവ് ഔട്ട്കം ഓർ അവേഴ്സീവ് സ്റ്റിമുലസ്. എന്ത് ചെയ്യുന്നു? ഒരു നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്, റിമൂവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ആളുകളുടെ ബിഹേവിയറിൽ കൊടുക്കുന്ന എൻഫോഴ്സ്മെൻ്റ് ആണെന്ന് പറയുന്നത് റെസ്പോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള സ്വഭാവത്തിൽ എന്ത് ചെയ്യുന്നത്? കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അവരിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഔട്ട്കംസ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്തുകൊണ്ടാണ്. ദെൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ പ്രൈമസി ഓഫ് പ്ലാനിങ്? പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്ലാനിങ് ആണ്. അപ്പോൾ അത് മറ്റുള്ള ഇതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യാൻ പറ്റും. പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കുകയുള്ളൂ. സോ പ്ലാനിങ്ങിനെ നമുക്ക് പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് പറയാൻ പറ്റും. ദെൻ വാട്ട് ഈസ് ഫൈനാൻഷ്യൽ മോട്ടിവേഷൻ? ഫൈനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് വിത്ത് മണി ആൻഡ് തിങ്സ് അസോസിയേറ്റഡ് വിത്ത് പണം, അല്ലേ? പണം കൊണ്ട് ആളുകളെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യിക്കുക, മോട്ടിവേറ്റ് ചെയ്യിക്കുക, ജോലി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം നല്ല സാലറി കൊടുക്കുക, അല്ലെങ്കിൽ ബോണസ് കൊടുക്കുക, കമ്മീഷൻ കൊടുക്കുക, പ്രൊമോഷൻ കൊടുക്കുക, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുത്തുകൊണ്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫൈനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഡു യു നോ അബൌട്ട് ബാങ്ക് ആൻഡ്
യാങ്. എന്താണ് ബാങ്ക് ആൻഡ് യാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് അപ്രൈസൽ റിസോഴ്സസ് സെന്ററിൽ റാങ്ക് ആൻഡ് യാങ് എന്നൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കമ്പനീസ് എന്ത് ചെയ്യുന്നു, റാങ്ക് ദർ എംപ്ലോയീസ് എഗെയിൻസ്റ്റ് വൺ അനദർ, ദെൻ ടെർമിനേറ്റ് ദ എംപ്ലോയീസ് ഹു ആർ ഡെഡ് ലാസ്റ്റ് ഇൻ ദി റാങ്ക്സ്. അതായത് ആളുകളെ റാങ്ക് ചെയ്യുന്നു, റാങ്ക് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ വരുന്നവരൊക്കെ എന്ത് ചെയ്യും, ഒഴിവാക്കുകയും ചെയ്യും. Then what is the accountability? Accountability എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the obligation of individual or organization to account for its activities. നമുക്ക് തരുന്ന ഡ്യൂട്ടീസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ ഉള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടല്ലോ, അതാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വലിനാകാം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനാവാം, അവർക്ക് കൊടുത്തുള്ള ആക്ടിവിറ്റീസ്, അസൈൻ ചെയ്ത ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാം. അത് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ചെയ്യാന്നുള്ളതാണ്. Then what is stress management? Stress management എന്ന് പറഞ്ഞാൽ wide spectrum of techniques and psychotherapies aimed at controlling a person's level of stress. ഒരു വ്യക്തിയുടെ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിൽ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവറിഡേ ഫങ്ഷനിൽ ആ വ്യക്തി അനുഭവിക്കുന്ന സ്ട്രെസ്സൊക്കെ റിഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് സ്ട്രെസ് മാനേജ്മെന്റ്. വാട്ട് ഈസ് മെന്റ് ബൈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ഫ്രം എക്സിക്യൂഷൻ എന്നുള്ളതാണ്. ഒരു വർക്കർ ഇപ്പോൾ ഓരോ വർക്കേഴ്സിനും ഒരു സ്പെഷ്യലിസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്, സൂപ്പർവൈസ് ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പൊ ടൈലർ പറഞ്ഞിട്ടുള്ളത് ഫാക്ടറി മാനേജർ അണ്ടർ ദി ഫാക്ടറി ദർ ഇസ് എ പ്ലാനിങ് ഇൻ ചാർജ് ആൻഡ് പ്രൊഡക്ഷൻ സോ ആസ് ടു ഇൻക്രീസ് എഫിഷ്യൻസി എന്നുള്ളതാണ്. ഫംഗ്ഷനും ഓരോ പ്രവർത്തനങ്ങൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ആ പ്രവർത്തനങ്ങളെ നോക്കാനായിട്ട് ഒരു ടീമിന് ലീഡർ ഉണ്ടായിരിക്കും. അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം എന്നുള്ളതാണ്. Then define corporate governance. Corporate governance എന്ന് പറഞ്ഞ റൂൾസ്, റെഗുലേഷൻ, പ്രോസസ്സസ് ബൈ വിച്ച് എ ഫേം ഡിറക്റ്റഡ് ആൻഡ് കൺട്രോൾ. ഏതെല്ലാം നയങ്ങൾ, പോളിസീസ്, പ്രാക്ടീസസ്, പ്രോസസ്സാൽ ഒരു ഫേം നയിക്കപ്പെടുന്നു, അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, കമ്പനിയുടെ കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് നോക്കി അത് ബാലൻസ് ചെയ്ത് പോവുകയും വേണം. ആ രീതിയിലുള്ള റൂൾസ്, പ്രാക്ടീസസ്, പ്രോസസ്സ്. ദെൻ വാട്ട് ഈസ് കെയ്സൺ? കെയ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജാപ്പാനീസ് ടേമാണ്. ചേഞ്ച് ഫോർ ദി ബെറ്റർ ഓർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത് പറയുന്നത്, കെയ്സൺ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ദ ഓപ്പറേഷൻസ് ആൻഡ് ഇൻവോൾവ് ഓൾ എംപ്ലോയീസ്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലാവാം, എംപ്ലോയീസിലാവാം കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കും. ദെൻ അടുത്തത് വാട്ട് ഈസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ? ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ ഓഫ് ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് മോർ കോംപ്ലക്സ് ദി ലൈൻ ഓർഗനൈസേഷനേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലൈൻ മാനേജേഴ്സിനെയും ഉപദേശിക്കാൻ, അവർക്ക് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നൊക്കെ ഉപദേശം കൊടുക്കാനായിട്ട് ഒരു എക്സ്പേർട്ടിനെയും കൂടി, അതായത് സ്റ്റാഫ് അഡ്വൈസേഴ്സിനെയും കൂടി വയ്ക്കും. അങ്ങനെയുള്ള ഓർഗനൈസേഷനെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് 15 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ളത് വൈ കോർപ്പറേറ്റ് ഗവേണൻസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ടുഡേയ്സ് ബിസിനസ് വേൾഡ്. ആദ്യമായിട്ട് പറയാലോ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊരു 1.5 പേജെങ്കിലും എന്ത് ചെയ്തിരിക്കണം, എഴുതിയിരിക്കണം എന്നുള്ളതാണ്. കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാനുള്ള കഴിവൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വൃത്തിയായിട്ട് നല്ല വൃത്തിയിൽ എഴുതുക കേട്ടോ. കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതേണ്ട സെക്ഷനാണ്. ആദ്യത്തെ സെക്ഷൻ 2 മാർക്കാണ്. സോ നിങ്ങൾ 2 or 3 സെന്റൻസ് എഴുതി വെച്ചാൽ മതിയെങ്കിൽ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എഴുതാനുള്ള കഴിവൊക്കെ ഒന്ന് കാണിക്കണം. കോർപ്പറേറ്റ് ഗവേണൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ നമ്മൾ ഇതാക്കണം.
ദെൻ അടുത്തത് ഓണർഷിപ്പ് ചേഞ്ച് ആണ്, ചേഞ്ച് ഇൻ സ്ട്രക്ചർ ഓഫ് ഓണർഷിപ്പ്. ദെൻ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് ഒരു ഫേമിൻ്റെ. ദെൻ അടുത്തത് കോർപ്പറേറ്റ് സ്കാംസ് ആൻഡ് ഫ്രോഡ്സ്. ഒരു കമ്പനി ഒക്കെ ആയിരിക്കും എന്തുണ്ടാവും, ഒരുപാട് തരത്തിലുള്ള അഴിമതികൾ, കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയിക്കുക, അതൊക്കെ തടുക്കുക. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, ദെൻ സ്ട്രോങ് റെഗുലേറ്ററി സിസ്റ്റം, ദെൻ ഗ്ലോബലൈസേഷൻ, മെർജേഴ്സ്, അക്വിസിഷൻ. ഈ ഒക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഇമ്പോർട്ടൻ്റ്. അത് നന്നായിട്ട് ഓരോ പോയിന്റും പഠിച്ചിട്ട് അതിന് എക്സ്പ്ലനേഷനും കൂടി എഴുതണം. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സിൽ ആദ്യം ആരുണ്ടാവും, സെൻഡർ ഉണ്ടാവും. എന്നിട്ട് ആ മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്നു. പിന്നീട് ആ മെസ്സേജ് എന്ത് ചെയ്യുന്നു, ജസ്റ്റേഴ്സ്, സൈൻസ്, സൗണ്ട്സ് ഇതിലൂടെ അയക്കുന്നു. അതിനായിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉപയോഗിക്കുന്നു. പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ആര് റിസീവ് ചെയ്യുന്നു, റിസീവർ. അദ്ദേഹം എന്നിട്ട് ആ മെസ്സേജിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡ് ചെയ്തിട്ട് പിന്നെ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള അധികാരം ഓരോ താഴേക്കിടയിലുള്ള ആളുകളുമായിട്ട് പങ്കുവെക്കാൻ ഉപയോഗിക്കുന്ന ആ പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഡെലിഗേഷൻ റിസൾട്ട് എക്സ്പെക്റ്റഡ് ആണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് അബ്സല്യൂട്ട്നെസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ്. പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതോറിറ്റി ലെവൽ പ്രിൻസിപ്പിൾ ഉണ്ട്, ഫങ്ഷണൽ ഡെഫിനിഷൻ ഉണ്ട്, സ്കാലാർ പ്രിൻസിപ്പിൾ ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിളാണ് നന്നായിട്ട് വിശദീകരിച്ച് എഴുതുക. റൈറ്റ് എ നോട്ട് അബൌട്ട് ദി ട്രേഡ് തിയറി ഓഫ് ലീഡർഷിപ്പ്. എന്താണ് ട്രേഡ് തിയറി ഓഫ് ലീഡർഷിപ്പ്? അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റേറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് TPM. TPM എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് ആണ്. ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ് എക്യുപ്മെന്റ് ആൻഡ് എഫക്റ്റീവ്നെസ് by focusing on proactive as well as preventive techniques for increasing plant and equipment reliability. Then അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് എക്യുപ്മെന്റ് പ്രൊഡക്ടിവിറ്റി ഉണ്ട്, റെഡ്യൂസ്ഡ് എക്യുപ്മെന്റ് ഓൺ ടൈം. ദെൻ അടുത്തത് ഇൻക്രീസ്ഡ് പ്ലാൻ കപ്പാസിറ്റി, ലോ മെയിൻ്റനൻസ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്, ഇംപ്രൂവ്ഡ് ROI ഉണ്ട്. ദെൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത് റെക്ടിഫൈഡ് കസ്റ്റമർ കംപ്ലൈൻറ്റ്സ്. പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. ദെൻ എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ ഹെൻറി ഫയോൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹെൻറി ഫയോൾ കൊണ്ടുവന്നിട്ടുള്ളത് 14 പ്രിൻസിപ്പിളാണ്. ആദ്യം ആ കാര്യങ്ങളൊക്കെ പറയുക. അദ്ദേഹം ഫാദർ ഓഫ് മാനേജ്മെന്റ് സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം 14 പ്രിൻസിപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ പേരൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. പിന്നെ എന്താ പറയുക, ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നു, എല്ലാവരും യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ കാര്യങ്ങളാണെന്ന് പറയാം. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോളിസീസ് ആൻഡ് റൂൾസ്. പോളിസീസ് എന്ന് പറഞ്ഞാൽ തിങ്കിങ് ഫംഗ്ഷനാണ്, മറ്റേത് ബിഹേവിയർ ഫംഗ്ഷനാണ്. ഗൈഡ്സ് ടു ബിഹേവിയർ ഫംഗ്ഷനാണ്. പോളിസീസ് നമ്മൾ തിങ്ക് ചെയ്യാനും മറ്റേത് എങ്ങനെ ചെയ്യണം എന്നുള്ള റൂൾസ്. ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, റൂള് സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്. മാനേജ്മെന്റിന്റെ മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡാണ് ലേ ഡൗൺ ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യാം എന്ത് ചെയ്യാതിരിക്കാം എന്നതിനെ കുറിച്ചാണ് റൂൾസ് പറയുന്നത്. ഇവിടെ ഡിസ്ക്രിഷൻ ഉണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ സ്കോപ്പ് ഫോർ ഡിസ്ക്രിഷൻ ഇല്ല. സാധാരണ ഈ പറയുന്ന പോളിസീസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, മാറ്റങ്ങൾ വരുത്താൻ പറ്റും. റൂൾസ് റിജിഡ് ആയിരിക്കും, മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. വൈ ഡിപ്പാർട്ട്മെന്റേഷൻ ഈസ് നെസസറി? എന്തുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തരംതിരിച്ചിട്ട് വർക്കുകൾ ചെയ്യുന്നതാണ്. അത് സ്ഥാപനത്തിലെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി കൂട്ടി റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പറ്റും. എക്സിക്യൂട്ടീവ്സിന് അലർട്ടായിരിക്കും, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും. എഫിഷ്യൻസി, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ പാർട്ട് സി, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. അത് എസ്സേ പാർട്ടാണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എല്ലാം കൂടി എഴുതാൻ പോണ്ട, സമയം തികയില്ല. പിന്നെ എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മാർക്ക് കിട്ടും. അപ്പോൾ ഏതാണ്ട് നല്ല മാർക്ക് കിട്ടും. ആരും തെറ്റിദ്ധരിക്കേണ്ട.
എത്ര എഴുതിയാലും, എത്ര 4 ക്വസ്റ്റ്യൻസ് എഴുതിയാലും നിങ്ങൾ എഴുതിയതിൽ ഏറ്റവും നല്ല 2 ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് മാത്രമേ എടുക്കുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന, ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന 2 എസ്സേ മാത്രം എഴുതിയാൽ മതി. ഡിഫൈൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. എന്താണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അക്വിസിഷൻ, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഇൻവെന്ററി ഫ്രം ഇറ്റ്സ് ഒറിജിൻ. നമ്മൾ എവിടെയാണോ ഈ ഇൻവെന്ററി സ്റ്റോക്ക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ അക്വയർ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ ഒറിജിൻ പോയിന്റിൽ നിന്ന് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഇൻവെന്ററി എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതുമായിട്ട് റിലേറ്റഡ് ആയ റിസോഴ്സസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം അതുമായി ബന്ധപ്പെട്ട. പിന്നെ റൈറ്റ് ലൊക്കേഷനിൽ റൈറ്റ് ടൈം, ശരിയായ ലൊക്കേഷനിൽ ശരിയായ സ്ഥലത്ത് ശരിയായ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണുള്ളത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്, ഓർഡർ പ്രോസസ്സിംഗ് ഉണ്ട്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉണ്ട്, ഇൻവെന്ററി കൺട്രോൾ ഉണ്ട്, പ്രൊക്യൂർമെന്റ്, ലൊക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് വെയർ ഹൗസിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. SC ആണ്, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിരിക്കണം. എക്സ്പ്ലെയിൻ ദി എസെൻഷ്യൽസ് ഓഫ് ഗുഡ് കൺട്രോൾ സിസ്റ്റം. ഫസ്റ്റ് കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് എഴുതാം, എന്നിട്ട് കൺട്രോൾ സിസ്റ്റത്തിന്റെ എസെൻഷ്യൽസ്. അത് സ്യൂട്ടബിൾ ആയിരിക്കണം, പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ് ആയിരിക്കണം, ടൈംലി ആൻഡ് ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കണം. പോയിന്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് കുറെ ഇതാവരുത്. ഒരു പോയിന്റ് എഴുതുക, അതിന്റെ എക്സ്പ്ലനേഷൻ, ഒരു പോയിന്റ് എഴുതുക, അതിന്റെ എക്സ്പ്ലനേഷൻ. അങ്ങനെയാണ്. ആദ്യം ഈ പോയിന്റ്സ് എല്ലാം കൂടി എഴുതി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പോയിന്റിനോട് കൂടി എക്സ്പ്ലനേഷനും കൂടി കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ദെൻ വാട്ട് ഈസ് മെന്റ് ബൈ ബിസിനസ് എത്തിക്സ്. then explain the factors influencing business ethics. ബിസിനസ് എത്തിക്സ് എന്താണ് റൈറ്റ്, എന്താണ് റോങ്, ഒരു വർക്ക് പ്ലേസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയത് എന്താണെന്നുള്ള പ്രാക്ടീസ് ആണ് എന്ത് പറയുന്നത്, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് എത്തിക്സ് ഗൈഡഡ് ബൈ ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ് കീപ് കമ്പനീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഫ്രം എൻഗേജ് ഇൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും എൻഗേജ് ചെയ്യാതെ ഇവരെ റൈറ്റ് വേയിൽ നടക്കാൻ സഹായിക്കുന്ന ഇതാണ് ബിസിനസ് എത്തിക്സ്. അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അൺഹെൽത്തി കോമ്പറ്റീഷൻ, അതേപോലെ അബ്നോർമൽ പ്രോഫിറ്റ് മോട്ടീവ്, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സാണ് ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഞാൻ അടുത്ത് ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്താണെന്ന് എഴുതി വയ്ക്കുക, അതിൻ്റെ പ്രിൻസിപ്പിൾ, യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഡിവിഷൻ ഓഫ് വർക്ക്, സ്പെഷ്യലൈസേഷൻ, ഇങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, വിത്ത് എക്സ്പ്ലനേഷനോട് കൂടി കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ മുന്നേത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തിട്ടുണ്ട് കേട്ടോ, 2021 ചെയ്തിട്ടുണ്ട്. അതും നോക്കുക. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. പിന്നെ നിങ്ങൾ ഓൾ ഓവർ ദി മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത, ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തുനിന്നും ചോദിക്കും. തിയറി പേപ്പറൊക്കെ അങ്ങനെയാണ്, എല്ലാ പാർട്ടിൽ നിന്നും നന്നായിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നന്നായിട്ട് എല്ലാ ഭാഗവും എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഓരോ ഭാഗത്തെക്കുറിച്ചും. പിന്നീട് നിങ്ങൾ അത് എന്ത് ചെയ്തിരിക്കണം, എക്സാംസ് അതിൽ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. സോ ബെസ്റ്റ് ഓഫ് ലക്ക്.